റിനു, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അച്ഛൻ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ്? ആശുപത്രിയിൽ നിന്ന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം മാധ്യമങ്ങളടക്കം ഈ സൂപ്രണ്ടിനോട് അതിൻ്റെ ഒരു കാര്യമൊക്കെ തിരക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷേ ഫോൺ എടുത്തില്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ ഞങ്ങൾ നേരിട്ട് ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ അവർക്കറിയില്ല, സൂപ്രണ്ടിനോട് ചോദിക്കാനാണ് പറയുന്നത്. ഈ സൂപ്രണ്ട് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് ആശുപത്രിയുടെ ഒരു വശം ഇതുവരെയും അത് പുറത്തു വന്നിട്ടില്ല, വിശദീകരണം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കൾ ആരോപിക്കുന്നത്. നമുക്ക് ഈ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പഞ്ചായത്ത് അധികൃതരിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന വിവരമനുസരിച്ച് രക്ഷകർത്താവിൻ്റെ ആരോപണം ശരിവെക്കുന്നതാണ്. കാരണം ഇന്നലെ 2:30-ക്ക് ശേഷം പാമ്പുകടി ഏൽക്കുന്നു. തൊട്ടടുത്താണ് ആശുപത്രി. ഏകദേശം 2:45-3 മണിക്കകത്താണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അവിടെ എത്തി ഈ കുട്ടിയുടെ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ അല്ലെങ്കിൽ പരിശോധന നടത്തുവാൻ വേണ്ടി തയ്യാറായില്ല. ഒരു നഴ്സാണ് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ കയ്യിൽ ട്രിപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡിൽ വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ കുട്ടി ഉൾപ്പെടെ ആശുപത്രിയിൽ വെച്ച് പറയുന്നുണ്ട് തൻ്റെ കാലിൽ എന്തോ ഇഴഞ്ഞുപോയി, എന്തോ കടിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു രക്തപരിശോധനയൊന്നും തന്നെ ഈ ആശുപത്രിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ദിക്ഷൽ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നുള്ളതാണ് ബന്ധുക്കളടക്കം പറയുന്നത്. കാര്യം ഈ രക്തപരിശോധനയിൽ മൂർഖനാണ് കടിച്ചതെങ്കിൽ അറിയാൻ കഴിയില്ല എന്നുള്ളതൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിൽ പോലും ആ രക്തപരിശോധന അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പിഴവ് തന്നെയല്ലേ, അനാസ്ഥ തന്നെയല്ലേ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് റിനു? തീർച്ചയായും ഗുരുതരമായിട്ടുള്ളൊരു പിഴവ് ആശുപത്രിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് DMO നേരിട്ട് ഇടപെട്ട് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകണമെന്നുള്ളൊരു ആവശ്യം സൂപ്രണ്ടിനോട് ഉന്നയിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് ഇന്ന് തന്നെ ആ റിപ്പോർട്ട് നൽകുമെന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ആ റിപ്പോർട്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുവാൻ വേണ്ടി റെഫർ ചെയ്തു. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ ദിക്ഷലിന് 8 വയസ്സുകാരന് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം. അതേസമയം താലൂക്ക് ആശുപത്രിയിൽ ഈ രക്തസാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആജീവനം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു. ദിക്ഷൽ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ വീട്ടിൽ സംസ്കാരത്തിന് വേണ്ടി മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ള രംഗം. കാരണം ചെറിയൊരു വീട്, ചെറിയ വീട്ടിൽ 5 പേരടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ, വളർന്നു വന്നാൽ ഏക പ്രതീക്ഷയാവും എന്ന് കരുതുന്ന മൂത്ത മകൻ 8 വയസ്സുകാരൻ ദിക്ഷൽ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നു. എന്തായാലും ഈ പാമ്പ് കടിയേറ്റുന്നു എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിനുശേഷം ഈ രാവിലെ 8 മണിയോടുകൂടിയൊക്കെ സംശയങ്ങൾ ഉയർന്നു വന്ന് അവസാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തുമ്പോൾ പാമ്പ് കടിയേറ്റതാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ നാട്ടുകാർ വീടിനകത്തൊരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പരിശോധനയിലാണ് പാമ്പിനെ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നത്. ആ പാമ്പിനെ അടിച്ചു കൊന്ന് കുപ്പിയിൽ ഈ വീടിന് മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മൂർഖൻ പാമ്പാണ്, അതാവാം കടിച്ചത് എന്നുള്ളതാണ് നാട്ടുകാരും അടക്കം സംശയിക്കുന്നത്. എന്തായാലും പാമ്പ് കടിയേറ്റ് വീണ്ടും ഒരു മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വീട്ടിനുള്ളിൽ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്താണ്. നമുക്ക് അറിയാം ഈ കനത്ത ചൂടാണ്. ഈ കനത്ത ചൂടിൽ ഈ ജന്തുക്കളൊക്കെ തന്നെ വീട്ടിനകത്തേക്ക് കയറും എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രീയ വശമുള്ള അല്ലെങ്കിൽ ഈ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകളൊക്കെ എടുക്കണമെന്നുള്ള നിർദ്ദേശം നമ്മളടക്കം വലിയ ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോയതാണ്. എങ്കിൽ പോലും അത് എത്രമാത്രം ഫലം കാണുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു അടച്ചുറപ്പില്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ വീട്, പ്ലൈവുഡ് കൊണ്ട് ഈ അടിസ്ഥാനം പോലും കെട്ടാതെ മണ്ണിൽ കുഴിച്ചു വെച്ച ഒരു സാധാരണ വീട്, ആ വീട്ടിലേക്ക് ഇഴജന്തുക്കൾ കയറും. അവർക്ക് അത്തരത്തിൽ നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു വീട് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്. പലരും അത്തരത്തിൽ വാദപ്രതിവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് നല്ലൊരു അടച്ചുറപ്പുള്ള വീട് കിട്ടാത്തത്, വീട് വെക്കാൻ കഴിയാത്തത് അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നെങ്കിലും ഒരു 8 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റൊരു കുഞ്ഞു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.